ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ഭഗവാന്റെ നിത്യകർമ്മങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് കൊണ്ടിരുന്നത്. അപ്പോൾ ജരാസന്ധൻ്റെ വിഷയവും അതോടൊപ്പം തന്നെ ഹസ്തിനപുരത്തിലെ ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കാൻ പോകുന്ന രാജസൂയത്തെ പറ്റിയും വിവരം ലഭിച്ച ഭഗവാൻ ഈ കാര്യത്തിൽ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള സംശയം ഉദിച്ചപ്പോൾ അത് പരിഹരിക്കുന്നതിനായിക്കൊണ്ട് പ്രിയപ്പെട്ട ഉദ്ധവരെ ഓട് ചോദിക്കുന്നതാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിർത്തിയത്. പ്രിയപ്പെട്ട ഉദ്ധവരെ, അങ്ങ് എപ്പോഴും തങ്ങളുടെ അഭ്യുതകാംക്ഷികളായി വിശ്വസ്ത സുഹൃത്തും കൂടെയാണ്. അതിനാൽ നാം സർവവും അങ്ങയിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ അങ്ങയുടെ ഉപദേശം എപ്പോഴും ശരിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ഥിതിവിശേഷം മുഴുവൻ അങ്ങയ്ക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന് നാം കരുതുന്നു. അതിനാൽ നാം അങ്ങയുടെ അഭിപ്രായം ആരായുകയാണ്. എന്താണ് നാം ചെയ്യേണ്ടത്? നമുക്ക് അങ്ങയിൽ വിശ്വാസമുണ്ട്. അതിനാൽ അങ്ങയുടെ ഉപദേശം അനുസരിച്ച് നാം പ്രവർത്തിക്കും. ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് ഭഗവാൻ കൃഷ്ണൻ പ്രവർത്തിക്കുന്നതെങ്കിലും ഭൂതം ഭാവി വർത്തമാനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് അറിയണമെന്ന് ഉദ്ധവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഭഗവാൻ തന്നോട് കൂടിയാലോചന നടത്താൻ ശ്രമിക്കുന്നത് കണ്ട ഭഗവാനെ സേവിക്കാനായിക്കോട്ടെ ഉദ്ധവർ സംഭാഷണം തുടങ്ങി. ആ ഉദ്ധവരോട് ചോദിച്ച ചോദ്യത്തോടെയാണ് ഈ നിത്യകർമ്മം, ഭഗവാന്റെ നിത്യകർമ്മം എന്ന 69 അധ്യായത്തിന്റെ പര്യവസാനം. തുടർന്ന് 70 അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെടുന്ന ഭാഗമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നാരദ മഹർഷിയുടെയും ഭഗവാൻ കൃഷ്ണന്റെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ തൽക്കാല പരിസ്ഥിതിയെക്കുറിച്ച് പര്യാലോചന നടത്തിയ ശേഷം ഉദ്ധവർ ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുത്തെ ജ്ഞാതിയും രാജസൂയം എന്നറിയപ്പെടുന്ന മഹായാഗത്തിന് ഒരുക്കം കൂട്ടുന്നവനുമായിരിക്കുന്ന രാജാ യുധിഷ്ഠിരന്റെ സംതൃപ്തിക്ക് വേണ്ടി ഹസ്തിനപുരത്തിലേക്ക് പോകാൻ നാരദ മഹർഷി അങ്ങയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്ന കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ഈ ധീരകർമ്മത്തിൽ രാജാവിനെ സഹായിക്കാൻ ഭഗവാൻ അങ്ങോട്ട് പുറപ്പെടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നാരദമുനിയുടെ ക്ഷണം ആദ്യം സ്വീകരിക്കുന്നത് യുക്തമാണെങ്കിലും ഭഗവാനെ സമർപ്പിതാത്മാക്കൾക്ക് സംരക്ഷണം നൽകുക എന്നതും അവിടുത്തെ ധർമ്മമാണ്. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ശരിയായി മനസ്സിലാക്കിയാൽ ഇപ്പോഴത്തെ 2 ലക്ഷ്യവും നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ രാജാക്കന്മാരുടെയും മേൽ വിജയം നേടാതെ ആർക്കും രാജസൂയ യാഗം നടത്താനാവില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, സമരോത്സുകനായിരിക്കുന്ന ജരാസന്ധന്റെ മേൽ വിജയം നേടാതെ യുധിഷ്ഠിരന് രാജസൂയം നടത്താനാകില്ലെന്ന് മനസ്സിലാക്കണം. എല്ലാ ദിശകളിലും വിജയം നേടുന്നവന് മാത്രമേ രാജസൂയം നടത്താനാകൂ. അതിനാൽ 2 കാര്യങ്ങളും നിർവഹിക്കുന്നതിന് മുമ്പ് നാം ജരാസന്ധനെ വധിക്കണം. ഏതെങ്കിലും വിധത്തിൽ ജരാസന്ധന്റെ മേൽ വിജയം നേടിയാൽ തുടർന്ന് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ താനെ സാധിച്ചുകൊള്ളും എന്ന് ഞാൻ കരുതുന്നു. ബന്ധനസ്ഥനായ രാജാക്കന്മാരെല്ലാം മുക്തരാകും. അങ്ങനെ ജരാസന്ധന്റെ തടവറയിൽ നിന്ന് നിർദോഷികളായിട്ടുള്ള രാജാക്കന്മാരെ രക്ഷിച്ചതിനാൽ അവിടുത്തെ അതീന്ദ്രിയ കീർത്തിയുടെ വ്യാപ്തി ഏറെ ആനന്ദത്തോടെ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ഇവിടെ ഒരു വിഷയം, നമ്മുടെ പ്രത്യേകിച്ചും ഒരു സമൂഹ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പൊതുവായൊരു പ്രശ്നം ആ ഗ്രാമത്തിൻ്റെ ഇല്ലെങ്കിൽ രാജാവിൻ്റെ മുമ്പിൽ വരുമ്പോൾ ദ്വാരകാധീശനായിരിക്കുന്ന ഭഗവാൻ ഈ ലോകത്തിൻ്റെ തന്നെ അധീശനാണ്. അപ്പോൾ ഈ ലോകപരിപാലനത്തിനായിക്കൊണ്ട് പലവിധ പ്രശ്നങ്ങളും പല സ്വഭാവത്തിൽ വർത്തിക്കുന്ന ലോകത്ത് ആ ലോകത്തെ യഥാവിധി സംരക്ഷിക്കുക എന്ന് പറയുന്നത് ആരുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് ദൈവാധീനമുള്ളവരെ, സജ്ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ നിയതമായ കർമ്മത്തിൽപ്പെടുന്നതാണ്. ഭഗവാൻ അത് പറഞ്ഞിട്ടുമുണ്ട്. പരിത്രാണായ സാധൂനാം വിനാശായ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമായ ധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആര് നിൽക്കുന്നോ അവരോടൊപ്പം ഭഗവാൻ ഉണ്ടായിരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ധർമ്മത്തെ
അധപ്പതിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുർജനങ്ങളെ ഇല്ലാതെയാക്കുകയും സജ്ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ നിയതമായ കർമ്മം തന്നെയാണ്. അതാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയത്തിന് സഹായിക്കണം, യുധിഷ്ഠിരനെ സഹായിക്കണം. മറ്റൊന്ന് രാജാക്കന്മാരെ സഹായിക്കണം. ജരാസന്ധൻ മറ്റുള്ളവരെ മുഴുവൻ പീഡിപ്പിച്ച് ജീവിക്കുന്ന അസുരജന്മമായതുകൊണ്ട് ആ ദുർജനത്തെ ഇല്ലാതാക്കുകയും വേണം. ഈ ആദ്യം വന്ന പരാതി എന്ന് പറയുന്നത് ജരാസന്ധനെ പറ്റിയുള്ളതാണ്. കുറേയധികം രാജാക്കന്മാരെ ജരാസന്ധൻ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു. അതിൻ്റെ വിഷയമാണ് ആദ്യം ചർച്ചയ്ക്ക് വന്നത്. അതാണ് വിശകലനമായിട്ട് സഭയിൽ ചർച്ച ചെയ്തിരുന്നത്. അപ്പോഴാണ് അവിചാരിതമായിട്ട് യാദൃച്ഛികമായിട്ടെന്ന് പറഞ്ഞ പോലെ നാരദരോടെ വരികയും ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കാൻ പോകുന്ന രാജസൂയത്തെ പറ്റി പറയുകയും അതിന് സഹായിക്കണമെന്നുള്ള സന്ദേശവുമായിട്ടാണ് നാരദരെത്തിയത്. അപ്പോൾ ഈ രണ്ട് വിഷയത്തിൽ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള സംശയം ഉദിച്ചപ്പോൾ അതിനൊരു പരിഹാരാർത്ഥമായിട്ട് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദ്ധവരോട് ഭഗവാൻ ചില ചോദ്യം, ഭഗവാൻ എല്ലാം അറിയാം, എന്നാലും ഉദ്ധവരോട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിനൊരു എന്താണ് ആദ്യം ചെയ്യേണ്ടത്, എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാടിൽ എന്നും ഭഗവാൻ ആരായുന്നു. അതിന് ഉത്തരമായിട്ട് ഉദ്ധവർ പറയുന്നതും ഒരു രാജാവ് രാജസൂയം നടത്തുന്നത് ബഹുക്ഷേമം തന്നെയാണ്, അതിനെ സഹായിക്കേണ്ടത് നമ്മുടെ അങ്ങയുടെ ധർമ്മമാണ്. പക്ഷേ ഒരു രാജസൂയം പൂർണ്ണമാകണമെങ്കിൽ മറ്റ് പരിസരത്തുള്ള അല്ലെങ്കിൽ അതിൻ്റെ അയൽവാസികളായിട്ടുള്ള എല്ലാ രാജാക്കന്മാരുടെയും വിജയം നേടണം. തൻ്റെ എതിർത്ത് നിൽക്കുന്ന ഒരു രാജാക്കന്മാരെയും ഉണ്ടാകരുത്. അപ്പോൾ മാത്രമേ രാജസൂയം ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നാരദ മഹർഷിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ സകല പരിതസ്ഥിതികളെക്കുറിച്ചും പര്യാലോചന നടത്തിയ ശേഷം ഉത്തവർ ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുത്തെ ജ്ഞാതിയും രാജസൂയം എന്നറിയപ്പെടുന്ന മഹായാഗത്തിന് ഒരുക്കം കൂട്ടുവാനുമായ രാജാ യുധിഷ്ഠിരന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഹസ്തിനപുരത്തിലേക്ക് പോകാൻ നാരദ മഹർഷി അങ്ങയോട് അപേക്ഷിച്ചിരിക്കുന്ന കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ. ഈ ധീരകർമ്മത്തിൽ രാജാവിനെ സഹായിക്കാൻ ഭഗവാൻ അങ്ങോട്ട് പുറപ്പെടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നാരദർ മുനിയുടെ ക്ഷണം സ്വീകരിക്കുന്നത് യുക്തമാണെങ്കിലും ഭഗവാനെ സമർപ്പിതാത്മാക്കൾക്ക് സംരക്ഷണം നൽകുക എന്നതും അങ്ങയുടെ ധർമ്മമാണ്. ഇപ്പറഞ്ഞ രണ്ട് ലക്ഷ്യവും നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ രാജാക്കന്മാരുടെയും മേൽ വിജയം നേടാതെ ആർക്കും രാജസൂയം നടത്താനാവുകയില്ല. അതാണ് ഒരു തീരുമാനം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സമരോത്സുകനായിരിക്കുന്ന ജരാസന്ധന്റെ മേൽ വിജയം നേടാതെ യുധിഷ്ഠിരന് രാജസൂയ യജ്ഞം പൂർത്തീകരിക്കാൻ സാധ്യമല്ല. എല്ലാ ദിശയിലും വിജയം നേടുന്നവന് മാത്രമേ രാജസൂയം നടത്താനാവൂ. അതിനാൽ രണ്ട് കാര്യങ്ങളും നിർവഹിക്കുന്നതിന് മുമ്പ് നാം ജരാസന്ധനെ വധിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ജരാസന്ധന്റെ മേൽ വിജയം നേടിയാൽ തുടർന്ന് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ താനേ സാധിച്ചുകൊള്ളുമെന്ന് ഞാൻ കരുതുന്നു. ബന്ധനസ്ഥരായ രാജാക്കന്മാരെ എല്ലാം മുക്തരാകും. അങ്ങനെ ജരാസന്ധന്റെ തടവറയിൽ നിന്ന് നിർദോഷികളായ രാജാക്കന്മാരെ രക്ഷിച്ചതിനാൽ അവിടുത്തെ അതീന്ദ്രിയ കീർത്തിയുടെ വ്യാപ്തി വളരെ വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ രാജാ ജരാസന്ധൻ സാധാരണ മനുഷ്യനല്ല. 10,000 ആനകളുടെ കായബലമുള്ള അയാൾ ഗംഭീരമായ പല യുദ്ധവീരന്മാർക്കും പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ രാജാവിനെ കീഴടക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഭീമസേനൻ മാത്രമാണ്. കാരണം അദ്ദേഹത്തിനുമുണ്ട് 10,000 ആനകളുടെ കായബലം. അയാളുമായിട്ട് ഭീമസേനൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയായാൽ അനേകം പടയാളികളുടെ അനാവശ്യമായ വധം ഒഴിവാക്കുകയും ചെയ്യാം. സത്യത്തിൽ തൻ്റെ അക്ഷൗഹിണികളുമായിട്ട് നിൽക്കുന്ന ജരാസന്ധനെ കീഴടക്കുക ക്ഷിപ്രസാധ്യമല്ല. അതിനാൽ സന്ദർഭത്തിന് അനുകൂലമായ ഒരു നയമാണ് നാം സ്വീകരിക്കേണ്ടത്. ജരാസന്ധൻ തികഞ്ഞ ബ്രാഹ്മണ ഭക്തനാണെന്ന് നമുക്കറിയാം. അവരുടെ കാര്യത്തിൽ അങ്ങേയറ്റം ദാനശീലനും ആണ് അയാൾ. ഒരിക്കലും അവരെ തിരസ്കരിക്കില്ല. അതിനാൽ ഭീമസേനൻ ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധനെ സമീപിച്ച് അയാളുടെ ദാനത്തിന് അപേക്ഷിക്കണം. തുടർന്ന് വ്യക്തിപരമായിട്ട് അയാളോട് യുദ്ധം ചെയ്യണം. അതുമാത്രമല്ല, ഭീമസേനന്റെ വിജയം ഉറപ്പുവരുത്താൻ ഭഗവാനും അദ്ദേഹത്തോടൊപ്പം പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ സാന്നിധ്യത്തിൽ യുദ്ധം നടന്നാൽ ഭീമസേനൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ശിവൻ സംഹാരം നടത്തുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യം അസാധ്യമായത് സാധ്യമാക്കുകയും ചെയ്യും. അവിടുത്തെ സ്വാധീന ശക്തി കൊണ്ടാണ് ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തുന്നത് തന്നെ. വാസ്തവത്തിൽ പ്രപഞ്ച പ്രത്യക്ഷം മുഴുവൻ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും അവിടുന്നാണ്. ബ്രഹ്മാവും ശിവനും പുറമേക്ക് ദൃശ്യമായ കാരണങ്ങൾ മാത്രമാണ്. ഇവിടെ ജരാസന്ധനെ കൊല്ലുന്നത് നിസ്സാര കാര്യമല്ല എന്ന് ഉദ്ധവർ ഉദ്ധരിക്കുന്നു. 10,000 ആനകളുടെ കായബലമുണ്ട്. അതുകൊണ്ട് അത്രയും ശക്തനായ ഒരാളെ കൊണ്ട് വേണം അദ്ദേഹം ജരാസന്ധനെ കൊല്ലാൻ സാധിക്കും. അപ്പോൾ അതിന് പറ്റിയ ആളും പാണ്ഡവരുടെ പക്ഷത്തുള്ള ഭീമസേനൻ അതിന് പറ്റിയ ആളാണ് എന്നൊക്കെ ഉദ്ധവര് ഭഗവാനെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് നേരിട്ട് എല്ലാ സൈന്യത്തെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യല്ല വേണ്ടത്, ഭീമസേനെ ഇടപെടുത്തിക്കൊണ്ട് ജരാസന്ധനെ വധിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സൈന്യത്തിൻ്റെ അക്ഷൗണികളുമായിട്ട് നിൽക്കുന്ന ജരാസന്ധനെ കീഴടക്കാൻ ക്ഷിപ്രസാധ്യമല്ലതാണ്. അതിനാൽ സന്ദർഭാനുകൂലമായിട്ട് ഒരു നയമാണ് നാം സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങേറ്റം ദാനശീലവും ബ്രാഹ്മണ ബഹുമാനവുമുള്ള ജരാസന്ധനെ വീഴ്ത്താൻ ഭീമസേനൻ ബ്രാഹ്മണന്റെ വേഷത്തിൽ അവിടെ ചെല്ലണം എന്നാണ് ഉദ്ധവർ പറയുന്നത്. വാസ്തവത്തിൽ പ്രപഞ്ച പ്രത്യക്ഷം മുഴുവൻ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും അവിടുന്നാണ്. അതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം കൂടെ അവിടെ ഉണ്ടായിരിക്കുകയും വേണം. ബ്രഹ്മാവും ശിവനും പുറമേ ദൃശ്യമായ കാരണങ്ങൾ മാത്രമാണ്. അദൃശ്യമായ കാലം എന്ന ഘടകമാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിയും സംഹാരവും നടത്തുന്നത്. കാലം അവിടുത്തെ നിർവ്യക്തമായ പ്രാതിനിധ്യമാണ് വഹിക്കുന്നത്. കാലം എന്ന ഘടകത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സർവവും. അങ്ങയുടെ അദൃശ്യമായ കാലം എന്ന ഘടകത്തിന് ശിവനിലൂടെയും ബ്രഹ്മദേവനിലൂടെയും ഇത്തരം അത്ഭുത കൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങയുടെ നേരിട്ടുള്ള സാന്നിധ്യം ജരാസന്ധനെ കീഴടക്കാൻ ഭീമനെ സഹായിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ട ഭഗവാനെ, ജരാസന്ധൻ വധിക്കപ്പെടുമ്പോൾ ബന്ധനസ്ഥനായിരിക്കുന്ന രാജാക്കന്മാരുടെ റാണിമാർ മുഴുവൻ തങ്ങളുടെ ഭർത്താക്കന്മാർ അവിടുത്തെ കാരുണ്യം മൂലം മുക്തരായതിൻ്റെ പേരിൽ അവിടുത്തെ മഹിമാനങ്ങൾ വാഴ്ത്തിപ്പാടാനും ഇടവരും. ശംഖാസുരൻ്റെ കയ്യിൽ നിന്ന് മുക്തരായ ഗോപികമാരെ അവർ സന്തുഷ്ടരാകും. അതേപോലെ തന്നെ അവരും സന്തുഷ്ടരാകും. മഹർഷിമാരും ആനത്തലവനായ ഗജേന്ദ്രനും ലക്ഷ്മീദേവിയും സീതയും അങ്ങയുടെ മാതാപിതാക്കളും മുക്തരായത് അവിടുത്തെ അഹൈതുകമായിരിക്കുന്ന കാരുണ്യം മൂലമാണ്. ഞങ്ങളും അതുപോലെ മുക്തരാണ്. അതിനാൽ അവിടുത്തെ പ്രവർത്തികളുടെ അതിശായിയായ മഹിമാനങ്ങളെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. അതിനാൽ ജരാസന്ധവധം സാധിച്ചാൽ അത് മറ്റു പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് ഞാൻ കരുതുന്നു. ബന്ധനസ്ഥനായ രാജാക്കന്മാരുടെ പുണ്യകർമ്മങ്ങളുടെ ഫലമോ അഥവാ ജരാസന്ധന്റെ ദുഷ്കർമ്മങ്ങളുടെ ഫലമോ ഹസ്തിനപുരത്തിൽ ഒരുങ്ങി വരുന്ന രാജസൂയം നടക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഭഗവാനെ, അസുരരാജാക്കന്മാരായ ജരാസന്ധനെയും ശിശുപാലനെയും കീഴടക്കാനും ബന്ധനത്തിൽ കഴിയുന്ന ധാർമ്മികരായിരിക്കുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കാനും അതേസമയം മഹത്തായ രാജസൂയ യാഗം നടത്താനും അങ്ങ് ഹസ്തിനപുരത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ വക കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഭഗവാൻ ഉടൻ തന്നെ ഹസ്തിനപുരത്തേക്ക് പുറപ്പെടണമെന്നാണ് ഞാൻ കരുതുന്നത്. ഉദ്ധവരുടെ ഈ ഉപദേശം സഭാവാസികൾക്കൊക്കെ സമ്മതമായി. ഹസ്തിനപുരത്തിലേക്കുള്ള കൃഷ്ണന്റെ യാത്ര ഏതു തരത്തിൽ നോക്കിയാലും നേട്ടമുണ്ടാക്കുന്നതായിരിക്കുമെന്ന് എല്ലാവരും കണക്കാക്കി. നാരദ മഹർഷിയും യദുവംശത്തിലെ മുതിർന്ന ആളുകളും സർവോപരി പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണനും ഉദ്ധവരുടെ പ്രസ്താവനത്തെ പിന്താങ്ങി. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ അച്ഛനായ വാസുദേവൻ, മുത്തച്ഛനായ ഉഗ്രസേനൻ എന്നിവരുടെ അനുവാദം വാങ്ങി ഹസ്തിനപുരത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ ഭൃത്യന്മാരായ ദ്വാരകനും ജൈത്രനും കൽപ്പന കൊടുത്തു. എല്ലാം തയ്യാറായപ്പോൾ ഭഗവാൻ ബലരാമനോടും യദുക്കളോടും രാജാവായ ഉഗ്രസേനോടും പ്രത്യേകം യാത്ര പറഞ്ഞു. തുടർന്ന് തൻ്റെ റാണിമാരെയും മക്കളെയും തന്നെ അയച്ചിട്ട് ഗരുഡ വാഹനനായിരിക്കുന്ന ഭഗവാൻ കൊടിപാറുന്ന തൻ്റെ രഥത്തിൽ കയറി. ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് പലതരത്തിലുള്ള പൂജനീയ വസ്തുക്കൾ സമർപ്പിച്ച് ഭഗവാൻ കൃഷ്ണൻ നാരദനെ തൃപ്തിപ്പെടുത്തി. നാരദന് കൃഷ്ണന്റെ പാദപത്മങ്ങളിൽ വീഴണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഭഗവാൻ ഒരു മനുഷ്യജീവിയുടെ ഭാഗം അഭിനയിക്കുന്നതിനാൽ അദ്ദേഹം മനസ്സുകൊണ്ട് ആദരങ്ങൾ അർപ്പിച്ച് വെറുതെ നിന്നതേയുള്ളൂ. തുടർന്ന് ഹൃദയത്തിൽ ഭഗവാൻ അതീന്ദ്രിയ രൂപം ഉറപ്പിച്ച് കൊണ്ട് സഭാമണ്ഡപം വിട്ട് ആകാശമാർഗത്തിലൂടെ യാത്രയായി. സാധാരണയായി നാരദ മഹർഷി ഭൂതത്തിലൂടെ
ഭൂതലത്തിലൂടെ നടക്കാറില്ല. ബാഹ്യാകാശത്തു കൂടെയാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. നാരദർ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ബന്ധനസ്ഥരായ രാജാക്കന്മാരുടെ ദൂതനെ വിളിച്ചു. യാതൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നറിയിച്ചു. മഗധാധിപനായിരിക്കുന്ന ജരാസന്ധനെ വധിക്കാൻ ഉടൻ വേണ്ട ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്തു. ഇപ്രകാരം ബന്ധനസ്ഥനായ രാജാക്കന്മാരും ദൂതനും അദ്ദേഹം സൗഭാഗ്യം ആശംസിച്ചു. ഭഗവാൻ കൃഷ്ണൻ നിന്ന് ഉറപ്പ് ലഭിച്ച ശേഷം ഭൂതൻ മടങ്ങിപ്പോവുകയും ചെയ്തു. ഭഗവാന്റെ ആസന്നമായ സന്ദർശനത്തെക്കുറിച്ച് ബന്ധനസ്ഥരായ രാജാക്കന്മാരെ അറിയിക്കുകയും ചെയ്തു. വാർത്ത കേട്ട് രാജാക്കന്മാരെല്ലാവരും ഉത്സാഹഭരിതരായി. ഭഗവാന്റെ ആഗമനത്തെ പ്രതീക്ഷിച്ച് ഉത്കണ്ഠാപൂർവം കാത്തിരിപ്പും തുടങ്ങി. തേരുകൾ, ആന, കുതിരപ്പട, കാലാൾപ്പട എന്നിവയാലും മറ്റ് പരിച്ഛദങ്ങളാലും അനുഗതമായി ഭഗവാൻ കൃഷ്ണന്റെ രഥം മുന്നോട്ട് നീങ്ങി തുടങ്ങി. കൊമ്പ്, ചെണ്ട, കാഹളം, കുഴൽ, ശംഖ് എന്നിവയെല്ലാം ചേർന്ന് പുറപ്പെടുവിച്ച് മംഗളധ്വനി ദിഗന്തങ്ങളും മാറ്റൊലിക്കൊണ്ടു. ഭഗവാൻ കൃഷ്ണൻ മാതൃകാ പത്നിയായിട്ടുള്ള രുക്മിണീ ദേവിയുടെ നേതൃത്വത്തിൽ 16,000 റാണിമാരും അവരുടെ മക്കളാൽ അനുഗതരായിട്ട് ഭഗവാൻ കൃഷ്ണനെ അനുഗമിച്ചു. വിലപിടിച്ച പട്ടാമ്പരങ്ങളണിഞ്ഞ് അവർ സർവാഭരണ വിഭൂഷിതരായി. ശരീരം മുഴുവൻ അവർ ചന്ദനം പൂശിയിരുന്നു. സുഗന്ധം പരത്തുന്ന പൂമാലകളും ധരിച്ചിരുന്നു. പട്ടുതുണികൾ, കൊടികൾ, സ്വർണ്ണ ചരടുകൾ എന്നിവ കൊണ്ട് മോടി പിടിപ്പിച്ച് പല്ലക്കുകളിൽ കയറി ആണ് തങ്ങളുടെ സമുന്നതമായ ഭർത്താവിനെ അവർ പിന്തുടരുന്നത്. കാലാൾപ്പട വാളും പരിചയും കുന്തങ്ങളും ധരിച്ചിരുന്നു. അവർ റാണിമാരുടെ രാജകീയ അംഗരക്ഷകരായി പ്രവർത്തിച്ചു. ഘോഷയാത്രയുടെ പിൻഭാഗത്തായിട്ട് മറ്റ് അനുഗാമികളുടെ ഭാര്യമാരും കുട്ടികളും അണിനിരന്നിരുന്നു. ഉത്സവത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഘോഷയാത്ര തുടങ്ങി എന്നർത്ഥം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.